Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഈഫ്, നെസ്റ്റഡ് ഈഫ് എൽസ്, വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, അതൊക്കെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ എക്സാമ്പിൾ. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ കൺട്രോൾ ദി ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ. എക്സിക്യൂഷന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുക. ഇറ്റ് എക്സിക്യൂട്ട്സ് ദി സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഓൺ സം കണ്ടീഷനെ കറസ്പോണ്ട് ആയിട്ടാണ് നമ്മുടെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുക. അതിന് നമുക്ക് എന്താ ബ്ലോക്കും ലൂപ്പും നമ്മൾ ഡിഫറൻസ് നോക്കാം. എ ബ്ലോക്ക് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സിംപ്ലി ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓർ സ്റ്റേറ്റ്മെന്റ് ഗ്രൂപ്പ്ഡ് ടുഗദർ. അതിനൊരു എക്സാമ്പിൾ ആണ് ഇത്. എക്കോ ഹലോ, എക്കോ ദിസ് ബ്ലോക്ക് റൺസ്. അത് സിംപ്ലി അത് നമ്മൾ ഗ്രൂപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ഗ്രൂപ്പ് ഓഫ് കോഡ്, സിംപ്ലി എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റേറ്റ്മെന്റ്സ് ഗ്രൂപ്പ്ഡ് ടുഗദർ. അതാണ് ബ്ലോക്ക്. വെൻ എ ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ടഡ് ഓൾ സ്റ്റേറ്റ്മെന്റ് റൺ വൺസ് ഇൻ എ ഓർഡർ. എ ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ എക്കോ ഹലോ പ്രിന്റ് ചെയ്യുക. അതിനുശേഷം എക്കോ ദിസ് ബ്ലോക്ക് റൺസ് വൺസ്, ഈ ഒരു ബ്ലോക്ക് ഒറ്റ തവണ. അങ്ങനെ ഇതിന് ഈ രണ്ടെണ്ണമാണ് സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ഒരു ഓർഡറിൽ റൺ ആവും. യൂസർ ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യാം, ബ്ലോക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം, ഈഫിന്റെ അകത്ത് യൂസ് ചെയ്യാം, ഫംഗ്ഷന്റെ അകത്ത് യൂസ് ചെയ്യാം, എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓർ എനിവേർ യു നീഡ് ടു റൺ മൾട്ടിപ്പിൾ ലൈൻസ് ടുഗദർ റൺ ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് ബ്ലോക്ക്. ഈ ലൂപ്പ് പറഞ്ഞാൽ ലൂപ്പ് ഈസ് ഫോർ റിപ്പീറ്റേഷൻ. അതായത് ഒരു സെയിം കോഡ് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ റൺ ചെയ്യണമെങ്കിൽ ലൂപ്പാണ് യൂസ് ചെയ്യുക. ഇറ്റ് റൺസ് എ ബ്ലോക്ക് മൾട്ടിപ്പിൾ ടൈംസ് ബേസ്ഡ് ഓൺ കണ്ടീഷൻ. അതായത് ലൂപ്പ് പറഞ്ഞാൽ ഇറ്റ് റൺസ് എ ബ്ലോക്ക് മൾട്ടിപ്പിൾ ടൈംസ് ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. അതായത് ഒരു കണ്ടീഷനെ കറസ്പോണ്ട് ചെയ്തിട്ട് ഒരു ബ്ലോക്ക് ഓഫ് കോഡ് മൾട്ടിപ്പിൾ ടൈംസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുക. ദ നമ്പർ ഓഫ് ടൈംസ് ദി ബ്ലോക്ക് റൺ ഡിപ്പെൻഡ്സ് ഓൺ ദി, അതായത് എത്ര തവണ ബ്ലോക്ക് റൺ ചെയ്യണം അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ അകത്തൊരു കണ്ടീഷൻ ആയിരിക്കും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അപ്പൊ നമ്മുടെ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകും. ലൂപ്പ് ടൈപ്പ് ഫോർ ലൂപ്പ് ഉണ്ട്, വൈൽ ലൂപ്പ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ലൂപ്പ്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കണ്ടാ. ഇത് വൈൽ ലൂപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ലൂപ്പ് പഠിക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഇതിവിടെ എന്താ ചെക്ക് എന്ന് പറഞ്ഞാൽ ഐ വാല്യൂക്ക് 1 അസൈൻ ചെയ്തു. അതിനുശേഷം വൈലിന്റെ അകത്തൊരു കണ്ടീഷൻ കൊടുത്തേക്ക് ഐ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെന്ന് ചെക്ക് ചെയ്യണം. ഈ ഹൈഫൺ എൽ ഡി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ പറഞ്ഞാൽ ലെസ് ദാൻ 5 ആണ്, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ നമ്പർ പ്രിന്റ് ചെയ്യും 1. അതിനുശേഷം ഐ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. ഐ വാല്യൂ 1 ഉള്ളത് 1 മാറിയിട്ട് ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 ഐ 2 ആവും. വീണ്ടും വൈ ലൂപ്പിന്റെ അകത്ത് ചെക്ക് ചെയ്യും 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ വീണ്ടും 2 പ്രിന്റ് ചെയ്യും. ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4, നമ്പർ 5. നമ്പർ 5 വരെ കണ്ടീഷൻ ട്രൂ ആണ്. നമ്പർ 6 ആകുമ്പോൾ കണ്ടീഷൻ ട്രൂ അല്ല, അപ്പൊ ഫോൾസ് ആവും. ഇതിന്റെ ഔട്ട് സൈഡിലേക്ക് ആയിരിക്കും പോവുക. അപ്പൊ അതായത് ഒരു കണ്ടീഷൻ ഫോൾസ് ആവണ വരെ ഈ ലൂപ്പിന്റെ അകത്ത് ഒരു ബ്ലോക്ക് ഓഫ് കോഡ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനാണ് ലൂപ്പ് യൂസ് ചെയ്യുക. പിന്നെ ഒരു ബേസിക് ആയിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യണമെങ്കിൽ ബ്ലോക്ക് പറഞ്ഞാൽ ഒരു മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ ആണ്, ഗ്രൂപ്പ് ഓഫ് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ ആണ് ബ്ലോക്ക് പറയുക. ലൂപ്പ് പറയുക റിപ്പീറ്റ് ഇൻസ്ട്രക്ഷൻ, അതായത് ഇൻസ്ട്രക്ഷൻസ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുക. ബ്ലോക്ക് ഒറ്റ തവണയാണ് റൺ ചെയ്യുക. ബ്ലോക്ക് ഓഫ് കോഡ് സിമ്പിൾ ആയിട്ട് ഒരു ബ്ലോക്ക് ഓഫ് കോഡ് കൊടുക്കുകയാണെങ്കിൽ ഒറ്റ തവണ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലോക്ക് ഓഫ് കോഡ് യൂസ് ചെയ്യുക. നോ കണ്ടീഷൻ, അതായത് കണ്ടീഷൻ കൊടുക്കില്ല. ബീഫിന്റെ അകത്ത് ബ്ലോക്ക് നമുക്ക് വേറെ സെപ്പറേറ്റ് ചെയ്താൽ പറ്റും. സാധാരണ ഒരു ബ്ലോക്ക് ചെയ്തുമ്പോൾ നമ്മൾ കണ്ടീഷൻ കൊടുക്കാണ്ട് ജസ്റ്റ് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ബ്ലോക്കിന്റെ അകത്ത് ഉണ്ടാവുക. ലൂപ്പ് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാവും, കണ്ടീഷൻ കൺട്രോൾ റിപ്പീറ്റേഷൻ. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ അനുസരിച്ചായിരിക്കും അത് റിപ്പീറ്റ് ചെയ്യും. അത് പിന്നെ റൺസ് അൻറ്റിൽ കണ്ടീഷൻ ഫെയിൽസ്. 6 വരുമ്പോഴാണ് കണ്ടീഷൻ റോങ് ആവുക. 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, അപ്പോഴാണ് ഇവിടെ കണ്ടീഷൻ റോങ് ആവുക. അപ്പൊ ഈ ലൂപ്പിന്റെ അകത്തെ കോഡ് വർക്ക് ആവില്ല. അതാണ് ഇവിടെ പറഞ്ഞത് റൺസ് അൻറ്റിൽ കണ്ടീഷൻ ഫെയിൽസ്. കണ്ടീഷൻ ഫെയിൽ ആവണ വരെ റൺ ആയതുകൊണ്ടിരിക്കും. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഫോറും വൈലും. പിന്നെ റിലേഷണൽ ഓപ്പറേറ്റർ പറഞ്ഞാൽ എന്തുട്ടാ? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആർ കമ്പാരിസൺ ടൂൾസ്. ദേ ചെക്ക് ഇഫ് വൺ വാല്യൂ ഇസ് ഗ്രേറ്റർ, അതായത് ഗ്രേറ്റർ ദാൻ ആണോ, ലെസ് ദാൻ ആണോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, അതൊക്കെ ചെക്ക് ചെയ്യാനാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? ഈ സ്റ്റേറ്റ്മെന്റ് അകത്ത് യൂസ് ചെയ്യാം, ലൂപ്പിന്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം, എവിടെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. എപ്പോഴൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം, ഒരു കണ്ടീഷൻസ് ചെക്ക് ചെയ്യാം, അവിടെയൊക്കെ നമുക്ക് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഫോർ ഇന്റിജേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻസ് -GT. ഇതിന്റെ മീനിങ് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ മനസ്സിലായത്? ഈ ഗ്രേറ്റർ ദാനത്തെ G എടുക്കുക, ദാനത്തെ T എടുക്കുക, GT ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാനത്തെ GA ഈക്വൽ ടു E.
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ എൽ എടുക്കുക ടി എടുക്കുക, അങ്ങനെയാണ് ഈ ഷോർട്ട് ഫോം കിട്ടിയുള്ളത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഇതാണ് നമുക്ക് ഇന്റിജേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുക. പിന്നെ റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ഫോർ സ്ട്രിങ്സ് പറഞ്ഞ എക്സാമ്പിൾ ഹലോ അങ്ങനെയുള്ള വേർഡ്സില് ഹായ്, ഇതൊക്കെയാണ് സ്ട്രിങ്സിന് എക്സാമ്പിൾ. അങ്ങനത്തെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈഫൺ സെറ്റ്. അത് ചെക്ക് ചെയ്യാൻ ടു ചെക്ക് ഇഫ് സ്ട്രിംഗ് ലെങ്ത് ഈസ് ഈക്വൽ ടു 0, സ്ട്രിംഗ് ലെങ്ത് 0 ആണ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഹൈഫൺ സെറ്റ് യൂസ് ചെയ്യും. ഹൈഫൺ എന്ന് പറഞ്ഞാൽ ടു ചെക്ക് ഇഫ് സ്ട്രിംഗ് ലെങ്ത് ഇസ് ഗ്രേറ്റർ ദാൻ 0, സ്ട്രിംഗിന്റെ ലെങ്ത് പറഞ്ഞ നമ്പർ ഓഫ് ക്യാരക്ടർ എത്ര ഉണ്ടെന്നു, അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഹൈഫൺ എന്ന് വെച്ച് ചെക്ക് ചെയ്യാം. പിന്നെ രണ്ട് സ്ട്രിങ്സ് ഈക്വൽ ആണെന്ന് ഈക്വൽ സിമ്പിൾ വെച്ച് ചെക്ക് ചെയ്യാം. രണ്ട് സ്ട്രിംഗ് ഈക്വൽ അല്ല എന്നുള്ളത് നോട്ട് ഈക്വൽ ടു വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത്. ഈ കൺട്രോൾ സ്റ്റേറ്റ്മെന്റിന്റെ ഫസ്റ്റത്തെ ഒരു എക്സാമ്പിൾ ഈഫിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. സിമ്പിൾ ഈഫ് ദെൻ സ്റ്റേറ്റ്മെന്റിന്റെ സിന്റക്സ് ഇങ്ങനെയാണ്. അതായത് ഈഫ് കൊടുക്കുക, അതിനുശേഷം ഈഫിന് സ്പേസിന് വളരെ ഇമ്പോർട്ടന്റ്. ഈഫ് കൊടുത്തതിനു ശേഷം ഒരു സ്പേസ് കൊടുക്കണം, ഇവിടെ ഒരു സ്പേസ് വേണം, അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റ്, അതിനുശേഷം വീണ്ടും സ്പേസ് കൊടുക്കണം, അതിനുശേഷം കണ്ടീഷൻ, അതിനുശേഷം വീണ്ടും സ്പേസ്, അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റ്. അതായത് ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ മുന്നും സ്ക്വയർ ബ്രാക്കറ്റിന് ശേഷം സ്പേസ് കൊടുക്കണം മസ്റ്റ് ആയിട്ട്. മസ്റ്റ് ഹാവ് സ്പേസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് അവിടെ കൊടുത്തുള്ളത്. ഈഫ് കൊടുക്കുക, അതിന് ശേഷം കണ്ടീഷൻ കൊടുക്കുക. കണ്ടീഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, എ ബി നമുക്ക് യൂസറിൽ നിന്ന് രണ്ട് വാല്യൂ റീഡ് ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതാണ് കണ്ടീഷൻ്റെ ഒരു എക്സാമ്പിൾ. ബേസിക് ആയിട്ടുള്ള സിന്റക്സ് ഇങ്ങനെ ഇഫ് പിന്നെ സ്പേസ് സ്ക്വയർ ബ്രാക്കറ്റ് സ്പേസ് കണ്ടീഷൻ സ്പേസ് സ്ക്വയർ ബ്രാക്കറ്റ്, അതിന് തൊട്ട് താഴത്തെ ലൈന് ദെൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ബ്ലോക്ക് ഓഫ് കോഡ് എന്തൊക്കെയാണ് വേണ്ടത് എക്സ്പ്രഷൻ കൊടുക്കുക. അതിനുശേഷം ഈഫ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ടൈപ്പ് ചെയ്യുക. ഈഫിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ എഫ് ഐ ടൈപ്പ് ചെയ്താൽ നമുക്ക് ഈഫിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റും. അതാണ് ബേസിക് ഈഫ് കോഡ്. ഇതിന്റെ ഒരു സിമ്പിൾ പ്രോഗ്രാം ചെക്ക് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഈഫ് അല്ല ഈഫ് 1.sh പറഞ്ഞിട്ടുള്ള ജസ്റ്റ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിന് ആദ്യക്ക് ഷബാൻ ക്യാരക്ടർ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിപ്പോ ഒരു വാല്യൂ ഗ്രേറ്റർ ദാൻ 10 ആണ് ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യക്ക് വാല്യൂ റീഡ് ചെയ്യണം. വാല്യൂ റീഡ് ചെയ്യണമെങ്കിൽ റീഡ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എക്കോ വെച്ചിട്ട് യൂസ് ചെയ്യാം. റീഡ് ചെയ്യണമെങ്കിൽ റീഡ് കമാൻഡിന് യൂസ് ചെയ്യണം. പ്രോംപ്റ്റ് മെസ്സേജ് അയക്കണം, അതായത് നമുക്കൊരു നമ്പർ ടൈപ്പ് ചെയ്യുക, അങ്ങനത്തെ ഒരു പ്രോംപ്റ്റ് മെസ്സേജ് അയക്കണമെങ്കിൽ എക്കോയും യൂസ് ചെയ്യാം, റീഡും യൂസ് ചെയ്യാം. ഞാൻ റീഡിൽ -p1 ഓപ്ഷൻ യൂസ് ചെയ്തു. അതിനുശേഷം എൻ്റർ എ നമ്പർ, അതിനുശേഷം നമ്പർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നം എന്ന വേരിയബിൾ കൊടുത്തു. അതിനുശേഷം നം എന്ന വേരിയബിളിലേക്ക് ഇപ്പൊ നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്ത യൂസർ ടൈപ്പ് ചെയ്ത വാല്യൂ റീഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നമ്പർ എനിക്ക് 10 വലുതാണെന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഈഫ് കൊടുക്കുക, സ്പേസിന് ഇമ്പോർട്ടന്റ് ഉണ്ട്, സ്പേസ് കൊടുക്കുക, സ്ക്വയർ ബ്രാക്കറ്റ് സ്പേസ്, നമ്മിന്റെ അകത്തെ വാല്യൂ കിട്ടണമെങ്കിൽ ഡോളർ സിമ്പിൾ കൊടുക്കുക. എപ്പോഴൊക്കെ ഒരു വേരിയബിളിന്റെ അകത്ത് വാല്യൂ കിട്ടണോ അപ്പോഴൊക്കെ നമ്മൾ ഡോളർ സിമ്പിൾ കൊടുക്കണം. അതായത് നം എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ നെയിമാണ്, അതിന്റെ അകത്തെ വാല്യൂ നമുക്ക് കിട്ടണമെങ്കിൽ ഡോളർ നമ്മൾ കൊടുക്കുക. ഇനി ഗ്രേറ്റർ ദാൻ ചെക്ക് ചെയ്യാൻ GT എത്രയ്ക്ക് വലുതാണ് 10 വലുതാണെന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം വീണ്ടും സ്പേസ് കൊടുക്കുക, ക്ലോസ് ബ്രാക്കറ്റ് കൊടുക്കുക, അതായത് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, അതിനുശേഷം ദെൻ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യണം, എക്കോ നം ഈക്വൽ ടു ഡോളർ നം ഈസ് ഗ്രേറ്റർ ദാൻ 10. ഇവിടത്തെ നമ്മ് ജസ്റ്റ് നമ്പർ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇവിടുത്തെ ഡോളർ നമ്മ് ആക്ച്വലി ടൈപ്പ് ചെയ്യുന്ന നമ്പർ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈഫിൽ നിന്ന് ടെർമിനേറ്റ് ആവണമെങ്കിൽ FI ടൈപ്പ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ കണ്ടീഷനിൽ നിന്ന് ക്ലോസ് ആയി. ഇതാണ് ബേസിക് കണ്ടീഷൻ. ഈഫ് കൊടുക്കുക, അതിന്റെ അകത്തെ കണ്ടീഷൻ കൊടുക്കുക, പിന്നെ സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുക. ഈഫ് കഴിഞ്ഞിട്ട് ദെൻ പ്രൊവൈഡ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈഫിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ FI ടൈപ്പ് ചെയ്യുക. ഞാൻ ജസ്റ്റ് സേവ് ചെയ്യാം. ഞാൻ ഒരു പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ ബാഷ് if.sh ജസ്റ്റ് റൺ ചെയ്യുക. ഒരു നമ്പർ ഞാൻ റൺ ചെയ്യാണ്. ഇപ്പൊ ഞാൻ 5 ആണ് ആദ്യം റൺ ചെയ്യണമെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ഒന്നും കിട്ടില്ല, കാരണം 5 10 വലുതല്ല. അപ്പൊ ഈഫിന്റെ അകത്തെ കണ്ടീഷനിലേക്ക് പോവില്ല. ഞാൻ ജസ്റ്റ് റൺ ചെയ്യാം, അതിലൊന്നും വന്നില്ല, കാരണം ആദ്യക്ക് 5 ഗ്രേറ്റർ ദാൻ 10 ചെക്ക് ചെയ്യും. അപ്പൊ കണ്ടീഷൻ എന്താ, ഫോൾസ് ആണ്. 5 10 വലുതല്ലല്ലോ, 5 10 ചെറുതാണ്. അപ്പൊ ഈ കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട് ഈഫിന്റെ അകത്തേക്ക് പോവില്ല. ഈഫിന്റെ അകത്തേക്ക് പോയില്ലെങ്കിൽ പിന്നെ വേറെ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇല്ല, അപ്പൊ ഒന്നും റൺ ആവില്ല. അതാണ് അതിന്റെ അർത്ഥം. ഈ 5 പകരം ഞാൻ ബാഷ് if.sh കൊടുത്തു, 15 കൊടുത്തു. 15 കൊടുത്തു കഴിഞ്ഞാൽ 10 വലുതാണ്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, ദി നമ്പർ ഈസ് 15, ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ. ഇവിടെ കംപ്ലീറ്റ് ടൈപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ വന്നത് ഗ്രേറ്റർ ദാൻ 10. അപ്പൊ നമ്മൾ 10 വലിയൊരു വാല്യൂ കൊടുത്താൽ നമുക്ക് എപ്പോഴും ഈ ഔട്ട്പുട്ട് കിട്ടും. ഞാൻ വീണ്ടും റൺ ചെയ്തു, 11 കൊടുത്തു, ഔട്ട്പുട്ട് കിട്ടും. ഇനി 10 കൊടുത്തു വിചാരിക്കുക, അപ്പോഴും ഔട്ട്പുട്ട് കിട്ടില്ല. എന്താ 10 ഗ്രേറ്റർ ദാൻ 10 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ഉണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഞാൻ ജസ്റ്റ് മുന്നത്തെ പ്രോഗ്രാം ജസ്റ്റ് കൊടുത്തു, അതിനുശേഷം രണ്ടാമത്തെ ലൈന് ജസ്റ്റ് ഒന്ന് മാറ്റണം. അപ്പൊ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കാൻ വേണ്ടിയിട്ട് GE ടൈപ്പ് ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഞാൻ ജസ്റ്റ് GE ആക്കി സേവ് ചെയ്തു. ഇനി ഞാൻ ബാഷ് വെച്ചിട്ട് റൺ ചെയ്തു. നേരത്തെ 10 കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് കിട്ടിയില്ല. ഇനി ഞാൻ 10 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. കാരണം എന്താ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു.
ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ ആവാം അല്ലെങ്കിൽ സെയിം നമ്പർ ആവാം. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് ഇഫിന്റെ ഒരു ബേസിക് പ്രോഗ്രാം.